യേശുക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല. ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. നാം സത്യദൈവത്തിൽ അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൽ ആകുന്നു. അവൻ സത്യദൈവവും നിത്യജീവനും ആകുന്നു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തെ അറിഞ്ഞത് ദൈവപുത്രനായ യേശുക്രിസ്തു പിതാവാം ദൈവത്തെ വെളിപ്പെടുത്തിയപ്പോഴാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തെ നാം അറിഞ്ഞത് യേശുക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിൽ തകർക്കപ്പെട്ടപ്പോഴാണ്. ദൈവം സ്നേഹമാണ് എന്ന് നാം അറിഞ്ഞത് യേശു തൻ്റെ അവസാന തുള്ളി രക്തവും നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ഊറ്റിത്തന്നപ്പോഴാണ്. ദൈവത്തെ വെളിപ്പെടുത്തുന്ന പുസ്തകമാണ് വിശുദ്ധ വേദ പുസ്തകം. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അവൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ നമുക്ക് ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്നവന് ദൈവമില്ല. പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനെ ദൈവം ഈ ഭൂമിയിൽ അയച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് യേശുവിൻ്റെ വചനങ്ങളാണ്. ഉപദേശത്തിൽ നിന്ന് അതിർ കടന്നു പോയാൽ നമുക്ക് ദൈവമുണ്ടാകില്ലെന്നാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആത്മാവ് ഈ ഉപദേശത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ടാണ് നമ്മോട് സംസാരിക്കുന്നത്. യേശു പറഞ്ഞു, എൻ്റെ വചനങ്ങളെ കേട്ടു ചെയ്യുന്നവൻ പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. നിങ്ങൾ ദൈവവചനത്തിൻ്റെ ഉപദേശത്തിൻ്റെ അകത്ത് നിൽക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ പണിയുകയാണ്. കെട്ടുറപ്പുള്ള ഒരു ഭവനമായി നിങ്ങൾ പണിയപ്പെടുകയാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം വചനത്തിന് വേണ്ടി നിൽക്കുന്ന നിന്നോട് കൂടെയുണ്ട്. എന്നാൽ ഈ വചനങ്ങളെ നിങ്ങൾ നിസ്സാരമായി കണ്ടാൽ, ഈ വചനത്തിൻ്റെ ഉപദേശത്തിൽ നിന്ന് മാറി സഞ്ചരിച്ചാൽ ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടാകില്ല എന്നൊരു സന്ദേശമാണ് വിശുദ്ധ വേദ പുസ്തകം നമുക്ക് തരുന്നത്. ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു, ആരും നശിച്ചു പോകരുതെന്ന് ആഗ്രഹിച്ചിട്ട് ഈ ലോകത്തിൻ്റെ പാപത്തെ മുഴുവനും ചുമന്നു. അത് ദൈവത്തിന് ലോകത്തോടുള്ള സ്നേഹമാണ്. ആ സ്നേഹം ദൈവം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ദൈവം നമുക്ക് എല്ലാവർക്കും വേണ്ടി കരുതിയിരിക്കുകയാണ്. ആ കരുതലുകളെ തിരിച്ചറിഞ്ഞാൽ, ആ സ്നേഹത്തെ തിരിച്ചറിഞ്ഞാൽ ദൈവം നമുക്ക് നൽകാൻ പോകുന്ന പദവി, യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അധികാരം കൊടുത്തു എന്നാണ്. അപ്പോൾ ഒരു വ്യക്തി ദൈവ പൈതലാകാൻ ദൈവം വെച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥയുണ്ട്. യേശുവിനെ സ്വീകരിക്കുക, യേശുവിൽ വിശ്വസിക്കുക, ഇന്നു മുതൽ അവിടുന്ന് എൻ്റെ കർത്താവും രക്ഷിതാവുമാണെന്ന് ഏറ്റുപറയുക. ആ വ്യവസ്ഥയ്ക്കകത്തേക്ക് നാം വരുമ്പോൾ ആ ഉപദേശത്തിൻ്റെ അകത്ത് ദൈവമുണ്ട്. നമുക്കൊരു പൊസിഷനുണ്ട്. ദൈവമകൻ എന്ന പദവിയാണ്. എന്നാൽ ഈ ഉപദേശത്തിൻ്റെ അകത്തൊന്നും നിൽക്കാതെ, ഈ ഉപദേശത്തിന് വില കൊടുക്കാതെ ദൈവമുണ്ടെന്ന് പറഞ്ഞാൽ, കൂടെയുണ്ടെന്ന തെറ്റിദ്ധാരണകളിലൂടെ സഞ്ചരിച്ചാൽ അത് തന്നെയായിരിക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ചതി.
പ്രിയപ്പെട്ടവരെ, വചനത്തിൻ്റെ വ്യവസ്ഥയ്ക്കകത്ത് നിൽക്കുക. ഉപദേശത്തിൻ്റെ അതിർവരമ്പിൻ്റെ അകത്ത് നിൽക്കുക. അവിടെ ദൈവ സാന്നിധ്യമുണ്ട്. ഈ ഉപദേശത്തെ നാം നിസ്സാരമായി കണ്ടാൽ ദൈവ സാന്നിധ്യം നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതകളേറെയാണ്. അതുകൊണ്ട് വചനത്തിൽ വേരൂന്നി വളരുവാൻ, ഉപദേശങ്ങളെ മുറുകെ പിടിക്കുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വചനത്തെ ഏറ്റെടുക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.